ഇതൊരു പാദസരാണ്. ഇതൊരു സ്നേഹോപകാരം ആയിരിക്കും അറിയുക. നമ്മളൊരു പ്രിയ സുഹൃത്തുണ്ട് ജമാലിക്ക, ഒരു ഗൾഫിലാണ്. പണ്ടേയുള്ള പരിചയമാണേ. ജമാലിക്ക എന്നോട് പറയും, ബൈജു വൈഫിൻ്റെ പിറന്നാളാണ്, അപ്പോൾ എന്തെങ്കിലും സ്വർണ്ണം കൊടുക്കണോ, എന്തെങ്കിലും ചെയിനോ എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കൊണ്ടുകൊടുക്കലുണ്ട്. ഒരുപാട് പ്രാവശ്യം കൊണ്ടുകൊടുത്ത് ഇതിപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ഒരു പാദസരം കൊണ്ടുകൊടുക്കുന്നത് പറയുന്നത്. അപ്പോൾ ഈ ജമാലിക്ക് ഞാനെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല. എൻ്റെ വീഡിയോ കണ്ട് അങ്ങനെയുള്ള പരിചയമാണ് ജമാലിക്ക് എന്നോട്. അതുപോലെ നമ്മളിപ്പം ഒരുപാട് ഇടപാടുകൾ ഇതുപോലെ നടത്തിയിട്ടുണ്ട്. വളരെയധികം സന്തോഷമായി. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ 2 ദിവസം മുമ്പ് ഒരു ചെറിയൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ് ഭാര്യയെ സ്നേഹിച്ചാൽ ഐശ്വര്യം ഉണ്ടാകുന്നുള്ള ഒരു എഴുത്താന്ന് എഴുതിയിട്ടുള്ളത്. അതിന് ഒരുപാട് കമൻറ്റുകൾ വന്നിനെ. ആ കമൻറ്റൊക്കെ വായിച്ചപ്പം എനിക്ക് വളരെയധികം സന്തോഷമായ. അപ്പോൾ ജമാലിക്കാരനോട് ഇന്നലെ വിളിച്ചു പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആംഗ്ലറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ പോസ്റ്റ് ഓർമ്മ. കാരണം ഭാര്യയെ സ്നേഹിക്കുന്ന നല്ലൊരു ഭർത്താവ് എന്നുള്ളത്. അപ്പോൾ അതിലെ നമ്പർ 1 ആളാണ് നമ്മളെ ജമാലിക്ക കേട്ടോ. എനിക്ക് തോന്നുന്നു ജമാലിക്ക് ഇത് മുന്നേ ചെയ്യലുണ്ട്. എന്നെ പരിചയമുള്ളതിന് മുമ്പേ വേറെ ജ്വല്ലറി വിളിച്ചിട്ടൊക്കെയാണ് ചെയ്യൽ. എന്നെ പരിചയപ്പെട്ടതിന് ശേഷം ഒരു വേറെ ജ്വല്ലറിക്കാരെ വിളിച്ചിട്ട് സാധനം കൊടുത്തിട്ട് കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, എന്നെ വിളിച്ചാൽ കിട്ടൂല. ഞാൻ എന്തെങ്കിലും തിരക്കിലായിരിക്കും, ചിലപ്പോൾ മൊബൈൽ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ജമാലൊക്കെ എന്തെങ്കിലും തിരക്കിൽ സമയത്തൊക്കെ എന്നെ വിളിക്കുക, കിട്ടൂല. കിട്ടാണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും, നേരെ ആൽക്കാസിലോ അല്ലെങ്കിൽ മലബാറിലോ എവിടെയെങ്കിലും വിളിച്ചിട്ട് അങ്ങനെ കൊണ്ടു കൊടുക്കുക ചെയ്യുക. അപ്പോൾ അതിലൊന്നും എനിക്ക് ദുഃഖമില്ല. അവരോട് പറയും, വൈജു ഇന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, എന്നിട്ട് ഞാൻ ആൽക്കാസിൽ ഏൽപ്പിച്ചല്ലേ മലബാറിൽ ഏൽപ്പിച്ചെന്നല്ല പറയലുണ്ട്. ഞാൻ പറയും ആയിക്കോട്ടെ ജമാലൊക്കെ അതിനെന്നാൽ അവർക്കും കച്ചവടം കിട്ടിട്ട് ഞാൻ അങ്ങനെ ചിന്തിക്കലുള്ള. അത് ഓർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഓരോനോട് തുറന്ന് പറയുകയും ചെയ്യും. അപ്പോൾ ഇപ്രാവശ്യം എന്നെ വിളിച്ചപ്പോൾ കിട്ടിയത് ഞാൻ പറഞ്ഞു, ജമാലിക്ക് എൻ്റെ പേഴ്സണൽ നമ്പർ വിളിച്ചാൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരുപാട് ആൾ എന്നെ വിളിക്കുക, നമ്മൾ വീഡിയോ എടുത്തിട്ട് ഒരുപാട് ആൾ വിളിക്കുക. അപ്പോൾ ഞാൻ നമ്മളെ ഇവിടുത്തെ ഓഫീസ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം മുതൽ ജമാലിക്ക് എന്തായാലും ഓഫീസ് നമ്പർ വിളിക്കുന്നു വിചാരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ ഒരു സമ്മാനം നമ്മൾ ഇവർക്ക് കൊണ്ടു കൊടുക്കണേ. പിന്നെ ജമാലിക്കാനെ പറ്റി സത്യം പറഞ്ഞാൽ പണ്ടേയുള്ള പരിചയമെങ്കിലും ഓർ എന്താണെന്നുള്ളതൊന്നും ഞാൻ അങ്ങനെ അന്വേഷിച്ചിട്ടില്ലേ. അപ്പോൾ ഓറ എനിക്കൊന്ന് നമ്മൾ ഈ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പം പറഞ്ഞാൽ മനസ്സിലാവും. ജമാൽ മാങ്ങാട് എന്ന മുഴുവൻ പേര്. ഓറ് ഇവിടെ ഗൾഫിൽ SJ ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ്. അവർക്ക് അബുദാബിയിൽ, ഒമാനിൽ, ഖത്തറിലൊക്കെ സ്ഥാപനങ്ങളുള്ള ഒരാളാണ്. വലിയൊരു ബിസിനസ്സിൻ്റെ ഒരു ശൃംഖലേൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ഒരാളാണ് നമ്മളെ ജമാലിക്ക. അപ്പോൾ ജമാലിക്ക ഇന്ന് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ജമാലിക്ക നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോയിൽ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തും. വേറൊന്നുണ്ടല്ല, ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ് എന്നല്ല നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ആ ലോകം അറിയണം. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഞാൻ പരിചയപ്പെടുത്തും. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ഇതാന്ന് പറഞ്ഞപ്പോൾ ഓരിങ്ങനെ ഡീറ്റെയിൽ തന്നപ്പോൾ എനക്കും അറിയുന്നു ജമാലിക്ക ഇത്ര വലിയൊരു സ്ഥാപനത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ആളാന്നുള്ളത് ഞാനും അറിയുന്നേ. സത്യം പറയാലോ, എൻ്റെ വീഡിയോ കാണുന്നവരെ ഞാൻ എന്താ പറയുക, നമ്മളെ സ്വന്തക്കാരായിട്ടേ കാണുന്നത്. അവരാരാണോ എന്താണോ ഞാൻ നോക്കലില്ല. അതുപോലെ എന്നെ ഓർ വിളിക്കുന്നത് എൻ്റെ വീഡിയോ ഉണ്ടാകുന്നു. അതുകൊണ്ട് എന്നെ പറ്റി ഓർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേങ്കിൽ ഓരെ പറ്റി ഇന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു വലിയൊരു SJ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ എന്നുള്ളത് ഞാനിന്ന് അറിയുന്നത്. എനിക്ക് തോന്നി ഈ വീഡിയോയിൽ പറയുമ്പോൾ ഇതിനെപ്പറ്റി കേട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആളാ. അപ്പോൾ ജമാൽ മാങ്ങാട് കേട്ടോ. അപ്പോൾ ഓറെ വീട്ടിലിത് കൊണ്ടു കൊടുക്കണം. എന്തായാലും ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ് എന്ന് വെച്ചാൽ എനിക്കും വലിയ ബഹുമാനമാണ് ഇങ്ങനെയുള്ളവരോട്. വേറൊന്നല്ല, ഭാര്യയെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നു ജീവിതത്തിൽ അത്രത്തോളം ഐശ്വര്യം ഉണ്ടാവും. നമ്മൾ എത്ര പണിയെടുത്തോ കഷ്ടപ്പെട്ടൊന്നും കാര്യമില്ല. വീട്ടിലുള്ള ഭാര്യയെ നമ്മളൊരു കലമ്പിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐശ്വര്യം പോയി പോകും. അതുകൊണ്ട് ഭാര്യനെ കലമ്പും പിടിക്കൊന്നും നിൽക്കൊന്നും വേണ്ട. ഭാര്യനെ എത്രത്തോളം നമ്മൾ സ്നേഹിക്കുന്നോ അത്രത്തോളം നമുക്ക് ഐശ്വര്യം വരുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ അങ്ങനെയുണ്ട്. അവർക്കൊക്കെ ആ ജീവിതത്തിൽ ആ വിജയം കാണാനുണ്ടെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു അന്ധവിശ്വാസമായിട്ട് തോന്നുമെങ്കിലും ഞാൻ പറയാ, അന്ധവിശ്വാസങ്ങൾ കുഴപ്പമില്ല. അതിനൊരു നല്ല അർത്ഥമുണ്ട്. അതിനെക്കൊണ്ട് നല്ല ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതും ഒരു നല്ല കാര്യമായതുകൊണ്ട് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ നമ്മളെ ജമാലിക്കയും എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് മനസ്സിലായതുകൊണ്ട് ജമാലിക്കാനെ ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതാണ് നമ്മളെ ജമാലിക്ക എന്ന്. എന്നാലും വേറെ ഫോട്ടോ കാണിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ജമാലിക്കാരന് ഫോട്ടോ ഒന്നും കാണിക്കണ്ട, നീ ചിലപ്പോൾ പേര് പറഞ്ഞാൽ എന്നെ അത്യാവശ്യമാവാത്തുള്ള ആൾക്കാർ അറിയാമെന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ളവർ അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മളെന്തായാലും പ്രോത്സാഹിപ്പിക്കുക. ഭാര്യയ്ക്ക് ഇതുപോലെ ഗിഫ്റ്റ് വാങ്ങുന്നവരെ പ്രോത്സാഹിപ്പിക്കുക. ഭാര്യയെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കാൻ പറ്റുമോ അത്രത്തോളം സ്നേഹിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ജമാലിക്കാൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകാൻ വന്ന്. ജമാലിക്കാൻ്റെ ഭാര്യേൻ്റെ പേര് ഷഹീന ജമാൽ എന്നാണ് ഭാര്യേൻ്റെ പേര്. അപ്പോൾ നമ്മൾ നേരെ ഇത് കൊണ്ടു കൊടുക്കട്ട്. ഓർന്താലും ഇത് വാങ്ങിക്കൊടുക്കുന്നത് അവർ പറയില്ല, അവർക്കിത് സർപ്രൈസായിട്ട് കൊടുക്കണം എന്നുള്ളതാണ് ജമാലിക്കാൻ്റെ ആഗ്രഹം. അതുകൊണ്ട് നമ്മളിത് സർപ്രൈസായിട്ട് കൊടുക്കേണ്ട പരിപാടിയാണ്. ഏതായാലും ഞാൻ തന്നെ ഇന്ന് കൊണ്ടുകൊടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. സാധാരണ സ്റ്റാഫാ പോക്ക്, ഇന്ന് ഏതായാലും ഞാൻ പോവാം. ജമാലിക്കാൻ്റെ വീടൊന്നും കൊണ്ടിട്ടില്ല, ഒന്ന് വീട് പിടിക്കുന്നത് കണ്ടു കളയാം. ശരിയെന്നാൽ പിന്നെ ഓക്കെ.
നമ്മളപ്പോൾ ഇത് സ്വർണ്ണം നല്ല വൃത്തിക്കൊന്ന് പാക്ക് ചെയ്ത് എന്നിട്ട് സെറ്റാക്കിയിട്ട് മെല്ലെ വിടണം. ജമാലിക്കൻ്റെ വീട് പാപ്പിൻശ്ശേരിയാണ്. അപ്പം അവിടം വരെ പോകാനുണ്ട്. അപ്പോൾ ഇതാ ബോക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പം നേരെ വണ്ടിയിൽ കയറി വിടണം. അപ്പം ഞാനും ഷബീറും കൂടിയാണ് പോകുന്നത്. ഷബീറിനാണ് വീട് അറിയാം, അതുകൊണ്ട് ഷബീറിനെ ഞാൻ കൂട്ടി. അപ്പോൾ ഇവിടുത്തെ പാപ്പിശ്ശേരി വെച്ച ബില്ല് ദൂരമൊന്നുമില്ല, ഒരു 10 കിലോമീറ്റർ സംതിങ്ങേ ഉള്ളൂ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് സ്വർണ്ണം ഹോം ഡെലിവറി ചെയ്തേട്ടാ. സാധാരണ ഞാൻ പറഞ്ഞല്ലോ സ്റ്റാഫാന്നേ പോക്ക്. പിന്നെ ഇത് സ്നേഹമുള്ള ഒരു ഭർത്താവിൻ്റെ ഒരു സമ്മാനമല്ലേ, അത് എൻ്റെ കൈ കൊണ്ട് പോയിട്ട് കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മളിത് ജമാലിക്കാൻ്റെ വീടിൻ്റെ അടുത്ത് എത്താനായി. ഇതാണ് ജമാലിക്കാൻ്റെ വീട് കേട്ടോ. ജമാലിക്കക്ക് ഒരു മോനാണെന്നുള്ള. അപ്പോൾ മോൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. മോനെ ജമാലിക്ക വിളിച്ച് പറഞ്ഞു കേട്ടാ ഗിഫ്റ്റ് വരുന്നുണ്ടെന്ന്. മോൻ നമ്മളെ കണ്ടപാട് പറഞ്ഞു ഉമ്മ ഇതാ ഗിഫ്റ്റ് വരുന്നുണ്ടെന്ന്. അങ്ങനെ ഗിഫ്റ്റ് നമ്മൾ കൈമാറി. എന്തായാലും ജമാലിക്കാൻ്റെ ഭാര്യയ്ക്കും സന്തോഷമായി കേട്ടോ.